Hi friends, welcome back to my channel. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ ഈസിയും ടേസ്റ്റിയുമായ ഓറഞ്ച് കസ്റ്റാർഡ് സ്ലൈസ് പുഡിങ്ങുമായിട്ടാണ്. അതെങ്ങനെ നമുക്ക് വളരെ ഈസിയായി വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് കസ്റ്റാർഡ് സ്ലൈസ് പുഡിംഗ് ആണ്. അതിനായി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ആണ്. ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ആണ് ഇതിനായി യൂസ് ചെയ്യുന്നത്. ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഷുഗർ 1 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ചൂടാക്കി കുറുക്കിയെടുക്കാം. ഓറഞ്ച് കസ്റ്റാർഡിൻ്റെ മിക്സ് റെഡിയാക്കാനായി ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഓറഞ്ച് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ നമ്മൾ പെട്ടെന്ന് തിക്കാവുന്ന ബാറ്ററാണ്, അതുകൊണ്ട് നമ്മളിത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ഓറഞ്ച് കസ്റ്റാർഡ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാം. നമ്മളെ പുഡിങ്ങിൻ്റെ ടോപ്പിൽ നമ്മൾ കൊടുക്കുന്ന വിപ്പിംഗ് ക്രീമാണ്. അതിനായി ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അതിലേക്ക് ഞാൻ പൗഡർ ഷുഗർ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിൻ്റെ അടി ലെയർ നമുക്ക് ബിസ്ക്കറ്റ് കൊണ്ട് സെറ്റ് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ എടുക്കുമ്പം പാലിൽ ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ ലെയർ സെറ്റ് ചെയ്തെടുക്കാൻ. അടിയിലത്തെ ലെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഓറഞ്ചിൻ്റെയും കസ്റ്റാർഡിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കുക. സെക്കൻഡ് ലെയർ നമുക്ക് ഇതേപോലെ തന്നെ ബിസ്ക്കറ്റ് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓറഞ്ചിൻ്റെയും കസ്റ്റാർഡിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം. രണ്ട് ലെയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ബിസ്ക്കറ്റ് ലെയറും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ 3 ലെയർ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് വിപ്പിംഗ് ക്രീമാണ് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചേർക്കുന്നത്.
ടോപ്പിങ്ങിൽ നമ്മൾ വിപ്പിംഗ് ക്രീമും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3 മണിക്കൂർ സെറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ടൊരു ചെറിയ ഡിസൈൻ ഞാനൊരു ഫോർക്ക് വെച്ച് ഇതിന് കൊടുക്കുകയാണ്. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കണക്ക് ഡിസൈൻ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ഡിസൈൻ. ഈ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ 3 മണിക്കൂർ വെക്കാം. നമ്മൾ 3 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ച പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിംഗ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് പീസുകളാക്കിയതിന് ശേഷം ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാനായി ഞാനിവിടെ എടുത്തേക്കുന്നത് ബദാം പരിപ്പാണ്. നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, അതേപോലെ നല്ല ടേസ്റ്റി ആയ പുഡിങ് ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.